ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മത്തിയും കപ്പയും കൊണ്ടൊരു പുഴുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി നമുക്ക് ആദ്യം മത്തിക്കറി തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് 250 ഗ്രാം മത്തി കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇടാം. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു ചെറിയ സ്പൂൺ ഉപ്പ് ഇടാം. 4 പച്ചമുളക്, 4 വെളുത്തുള്ളി, 6 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില ഇത് ചതച്ച് ഇതിലിടാം. നമുക്ക് ഒരു കൊടംപുളി 2 കഷ്ണമാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതും കൂടി ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് മത്തി വറ്റിച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം മൂടി വെച്ച് കറി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായി തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. മത്തി നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കപ്പ തയ്യാറാക്കാം. ഇനി നമുക്ക് 1/2 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചത് ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ ഉപ്പ് ഇടാം. ഉപ്പും മുളകൊക്കെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഇനി ഇത് നകക്കെ വെള്ളം ഒഴിക്കാം. ഇത് അടച്ച് വെച്ച് 1 വിസിൽ വരുന്ന വരെയും വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് കപ്പ ആകുമ്പോഴേക്കും അതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം. അതിന് 1/2 കപ്പ് തേങ്ങ ചെറിയത് ഇടാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചെറിയത് ഇടാം. അതിനുശേഷം ഒരു 5 ചുവന്നുള്ളി ഇടാം. ഒരു 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ ചതച്ചെടുത്ത് കൊണ്ടുവരാം. കുക്കർ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കപ്പ വെന്തിട്ടുണ്ട്. നമുക്കിതിന്ന് വെള്ളം ഊറ്റി മാറ്റിയെടുക്കാം. ഇതിന് വേണ്ട അരപ്പ് ചതച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മത്തി വറ്റിച്ചതിലേക്ക് ഈ കപ്പ വേവിച്ചത് ഇടാം. അര കിലോ കപ്പ വേവിച്ചതാണിത്. ഇതിലേക്ക് അരച്ചുണന്ന അരപ്പിടാം. കുറച്ച് വേപ്പില ഇടാം.
കുറച്ച് ഒരു 2 സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇത് ആവി കയറിയിട്ടുണ്ട്, നല്ല ആവി വരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ മത്തിയുടെ മുള്ള് ഞാൻ കളഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടിയത് ഒരു ചെറിയ മത്തിയാണ്, അത് കാരണം ഞാൻ ഇതിൻ്റെ മുള്ള് മാറ്റിയിട്ടില്ല. കുട്ടികളോ ഒക്കെ ഉള്ളവരെന്ന് വെച്ചാൽ ഇതിൻ്റെ മുള്ള് മാറ്റി അതിൻ്റെ മാംസം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇവിടെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനതിൻ്റെ മുള്ളൊന്നും മാറ്റിയിട്ടില്ല. ചെറിയ മത്തിയായ കാരണം കൊണ്ടാണ്. ഇതിനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ നാടൻ കപ്പ മത്തി പുഴുക്ക് തയ്യാറായി. ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.